ഏവർക്കും സാഹിതിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കേരളത്തിലെ കുട്ടനാട്ടിൽ ജനിച്ച് ഔദ്യോഗിക ജീവിതം ഡൽഹിയിൽ ആരംഭിച്ച് പിന്നീട് ഡൽഹിയിൽ സ്ഥിരതാമസമാക്കിയ മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരൻ. ഇന്ത്യൻ ഭാഷകളിലെ ഒരു നോവലിന് കേന്ദ്ര കഥാപാത്രത്തിന് പേരില്ല എന്ന റെക്കോർഡ് നേടിയ മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരൻ. ബെസ്റ്റ് ഓഫ് ഇന്ത്യ നാഷണൽ റെക്കോർഡ് 2019 നേടിയ തുലാവർഷം പെയ്തൊഴിഞ്ഞപ്പോൾ എന്ന നോവലിൻ്റെ കർത്താവ്. പറഞ്ഞു വരുന്നത് മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരൻ. അയനം, വിരാട്, കാലത്തിൻ്റെ കയ്യൊപ്പ്, തുലാവർഷം പെയ്തൊഴിഞ്ഞപ്പോൾ, കൃഷ്ണ, പ്രജ്ഞാനസാഗരം, സേതുബന്ധനം, യാനം, യഥായഥാഹി ധർമ്മസ്യ, ഇങ്ങനെ തുടങ്ങിയ നിരവധി കൃതികളുടെ കർത്താവ്. പറയുന്നത് മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരൻ, മലയാളികൾ നെഞ്ചോട് ചേർത്ത, മലയാളികൾക്കെന്നും പ്രിയങ്കരനായ മലയാളത്തിൻ്റെ സ്വന്തം കാവാലം മാധവൻകുട്ടി സാർ. മാധവൻകുട്ടി സാറിൻ്റെ ഏറ്റവും പുതിയ പുസ്തകമാണ് നമ്മളിന്ന് സാഹിത്യത്തിൽ പരിചയപ്പെടുന്നത്. കുട്ടനാട്ടിൽ ജനിച്ചു വളർന്ന് ഒരു കാലഘട്ടത്തിൽ ഡൽഹിയിലേക്ക് ജീവിതം മാറ്റിവെക്കേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ കഥ. അതാണ് കാവാലം മാധവൻകുട്ടി സാറിൻ്റെ ഏറ്റവും പുതിയ നോവൽ. പുസ്തകത്തെ പരിചയപ്പെടുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഞാൻ ആ പുസ്തകം ഒന്ന് കാണിക്കാം. കാവാലം മാധവൻകുട്ടി സാറിൻ്റെ ഏറ്റവും പുതിയ നോവൽ കൃഷ്ണ. ഇതാണ് ആ പുസ്തകം. 50 വർഷത്തിന് മുൻപുള്ള കുട്ടനാടിൻ്റെ സാമൂഹികവും സാംസ്കാരികവുമായ എല്ലാ പശ്ചാത്തലങ്ങളും പറയുന്ന ഒരു നോവൽ. കൃഷിയെയും കാർഷിക ജീവിതത്തെയും വളരെ തന്മയത്വത്തോടെ ഈ നോവലിൽ കാവാലം മാധവൻകുട്ടി സാർ വരച്ച് കാണുന്നു. നോവലിൻ്റെ ഒരു ഭാഗം മുഴുവൻ നടക്കുന്നത് കുട്ടനാട്ടിലാണ്, രണ്ടാം പകുതി ഡൽഹിയിലും. കുട്ടനാട്ടിൽ കഥ പറയുന്ന സമയത്ത് 50 വർഷത്തിന് മുമ്പുള്ള കാലഘട്ടം, അന്നത്തെ കൃഷി രീതി, കൃഷി സമ്പ്രദായം, കാർഷിക ഉൽപ്പന്നങ്ങൾ, കൃഷിക്കുപയോഗിക്കുന്ന ഉപകരണങ്ങൾ, അതൊക്കെ വളരെ വിശദമായി തന്നെ കാവാലം മാധവൻകുട്ടി സാർ കൃഷ്ണ എന്ന നോവലിലൂടെ വരച്ച് കാണിക്കുന്നു. ശരിക്കും കൃഷ്ണ എന്ന നോവൽ വായിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത് ഒരു നോവൽ മാത്രമല്ല, 50 വർഷത്തിന് മുൻപുള്ള കുട്ടനാട്, ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് എന്ന ഗ്രാമത്തിൻ്റെ തനിമ കൂടെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വിശുദ്ധി ഈ നോവലിലുടനീളം നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ താൻ ജനിച്ചു വളർന്ന ഗ്രാമം, അതുകൊണ്ടായിരിക്കാം കാവാലം മാധവൻകുട്ടി സാറിന് ഇത്ര തന്മയത്തോടെ കുട്ടനാടിനെ വരച്ച് കാണിക്കാൻ സാധിച്ചത്. അടിയാനും തമ്പ്രാനും കാലഘട്ടമായിരുന്ന, ജന്മിയും കുടിയാനും ഉണ്ടായിരുന്ന കാലഘട്ടം 50 വർഷത്തിന് മുൻപ്. അവിടെ ജന്മിയായ വർഗീസ് സാർ, അദ്ദേഹത്തിൻ്റെ തലമൂപ്പനായ അടിയാനായ പൈലിയുടെ ഭാര്യ കൗസല്യ, തൻ്റെ പ്രാണൻ പോലും വർഗീസ് സാറിന് വേണ്ടി കളയാൻ നടക്കുന്നവനാണ് പൈലിക്ക് എന്തും വർഗീസ് സാർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ വർഗീസ് സാറാണെങ്കിലോ ജന്മിയാണെങ്കിൽ പോലും കർഷകരുടെ എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞ് അവരാവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ കൊടുത്ത് അവരെ ഏറെ സ്നേഹിക്കുന്ന ഒരു ജന്മിയുടേതായ ഒരു ധാർഷ്ട്യവും ഇല്ലാത്ത ഒരു സാധാരണക്കാരനായ, എന്നാൽ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു ജന്മി. അദ്ദേഹത്തിൻ്റെ തലമൂപ്പനാണ് പൈലിയെ കല്യാണം കഴിപ്പിക്കുന്നത് പോലും വർഗീസ് സാറാണ്. പൈലി കൗസല്യ വിവാഹം കഴിക്കുന്നു. ക്രമേണ ഇവർക്കൊരു മകളുണ്ടാകുന്നു. ആ മകളാണ് കൃഷ്ണ എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമായ കൃഷ്ണ. വർഗീസ് സാറിൻ്റെ പെറ്റാണെന്ന് പറയാം. വർഗീസ് സാറിനെ കൃഷ്ണ വിളിക്കുന്നത് പോലും സാറച്ചനെന്നാണ്. സാറച്ചനാണ് കൃഷ്ണയ്ക്കെല്ലാം. സാറച്ചൻ എന്ത് പറയുന്നു
അത് കൃഷ്ണ ചെയ്യും. കൃഷ്ണയുടെ ഓരോ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും സാറച്ചൻ്റെ കയ്യൊപ്പ് നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും മിടുക്കിയായി സ്വന്തം മകളേക്കാൾ ഏറെ സ്നേഹിച്ച് കൃഷ്ണയെ വളർത്തുന്നു സാറച്ചൻ, അവളെ പഠിപ്പിക്കുന്നു. പക്ഷേ ഒരു സന്ദർഭത്തിൽ, ഒരു സാഹചര്യത്തിൽ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചറിയുന്നു, വളരെ വേദനയോടെ സാറച്ചൻ എന്ന വർഗീസ് സാർ തിരിച്ചറിയുന്നു, കൃഷ്ണ എന്ന പെൺകുട്ടിക്ക് സ്ത്രീകളുടേതായ എല്ലാ അവയവങ്ങളും എല്ലാ ഭാവങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അവൾക്കൊരിക്കലും വിവാഹം കഴിച്ചാലും ഒരമ്മയാവാൻ സാധിക്കില്ല, ഒരു കുഞ്ഞിനെ മുലയൂട്ടി വളർത്താൻ സാധിക്കില്ല. അതിനുള്ള കഴിവ് ഈശ്വരൻ അവൾക്ക് നൽകിയിട്ടില്ല. ഇത് വളരെ വേദനയോടുകൂടിയാണ് വർഗീസ് സാർ തിരിച്ചറിയുന്നത്. പക്ഷേ അതറിയിക്കാതെയാണ് അദ്ദേഹം കൃഷ്ണയെ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നത്. എന്നാൽ സാറച്ചന്, അതായത് വർഗീസ് സാറിന് വേറൊരു മകളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പിണങ്ങുമ്പോൾ ഇവർ ചോദിക്കാറുണ്ട് പരസ്പരം, ഞാനാണോ അച്ഛൻ്റെ മൂത്ത മകള് അതോ കൃഷ്ണയാണോ എന്ന് മകൾ ചോദിക്കാറുണ്ട്. സ്നേഹത്തോടെ തന്നെ പറയും, നീ മൂത്തവളും കൃഷ്ണ എൻ്റെ ഇളയ മകളുമാണ്. ഒരിക്കൽ പോലും വർഗീസ് സാറ് കൃഷ്ണ സ്വന്തം മകളല്ല എന്ന് പറഞ്ഞിട്ടില്ല. സ്വന്തം മകളെപ്പോലെ തന്നെയാണ് കൃഷ്ണയെ വളർത്തുന്നത്. ക്രമേണ വർഗീസ് സാറിൻ്റെ മകൾ മേഴ്സിയും ഭർത്താവ് മാത്യൂസും ഡൽഹിയിലേക്ക് പോരുമ്പോൾ അവരുടെ കൂടെ കൃഷ്ണയും വരികയാണ്. നോവലിൻ്റെ ആരംഭം കൃഷ്ണ പ്രായപൂർത്തിയായ ഒരു പെണ്ണായി, വലിയ പെൺകുട്ടിയായി അവൾ ഡൽഹിയിലെ ജീവിതം ആരംഭിച്ചതിന് ശേഷമാണ് കൃഷ്ണ എന്ന നോവൽ ആരംഭിക്കുന്നത്. ഒടുവിൽ കൃഷ്ണയുടെ ഓർമ്മകളിലൂടെയാണ് കുട്ടനാടിൻ്റെ പശ്ചാത്തലവും കുട്ടനാടിൻ്റെ കഥകളുമൊക്കെ മാധവൻകുട്ടി സാർ വരച്ച് കാണിക്കുന്നത്. എന്നാൽ മനുഷ്യൻ, അവൻ്റെ ഉള്ളിലെ മൃഗം അത് തരം കെട്ടിയാൽ പുറത്ത് ചാടും എന്ന് നമ്മൾ അറിയുന്നത് പോലെ ഒരു സമയത്ത് മാത്യൂസ് എന്ന മനുഷ്യനിലെ മൃഗം പുറത്തു വരികയും അയാൾ കൃഷ്ണയെ ഉപദ്രവിക്കുകയും ചെയ്തു. അയാൾ തിരിച്ചറിയുന്നുണ്ട്, കൃഷ്ണ എന്ന പെൺകുട്ടി അവൾ യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടിയല്ല, എന്നാൽ ഒരാണുമല്ല, അവളൊരു ട്രാൻസ്ജെൻഡറാണ്. ഈ ട്രാൻസ്ജെൻഡറിൻ്റെ കഥയാണ് കൃഷ്ണ എന്ന നോവലിലൂടെ മാധവൻകുട്ടി സാർ പറയുന്നത്. മൂന്നാം വിഭാഗമായ ട്രാൻസ്ജെൻഡർ അവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ മാധവൻകുട്ടി സാർ നടത്തുന്ന ഒരു പരീക്ഷണം, ഒരു ശ്രമം. അവരും മനുഷ്യരാണ്, നമ്മളെപ്പോലുള്ള വിചാരങ്ങൾ അവർക്കുമുണ്ട്. അവരും മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. പക്ഷേ ഇന്നും നമ്മളിൽ എത്ര പേർക്ക് അതിന് സാധിച്ചിട്ടുണ്ട് എന്ന് വളരെ വേദനയോടെ നമുക്ക് ഓർക്കേണ്ടി വരുന്നു. ഇവിടെ നമ്മുടെ ഇടയിൽ ഞാനും നിങ്ങളുമൊക്കെ ഇടപഴകുന്ന ഈ സൊസൈറ്റിയിൽ എല്ലാവരും കാണുന്നത് സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ, ഇതിൻ്റെ രണ്ടിനിടയിലുള്ള ഒരു വിഭാഗം, അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് ഇന്നും നമുക്ക് വലുതായിട്ടില്ല. അതുകൊണ്ടാണ് ആ വിഭാഗത്തിലുള്ള നമ്മളെപ്പോലുള്ള മനുഷ്യരെ വളരെ മൃഗീയമായി, മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്നത്. വളരെ വേദനയോടുകൂടി പറയട്ടെ, കൃഷ്ണ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ അത്തരം ഒരു അനുഭവത്തിന് ഇടയാകുന്നു. അവൾ തെരുവിലേക്ക് വരുന്നു. ഒടുവിൽ എല്ലാം നഷ്ടപ്പെട്ട് ഇനി എന്ത്, ആത്മഹത്യയല്ലാതെ ഇനി എന്ത് എന്ന ഘട്ടത്തിലെത്തുന്ന അവളെ കൈപിടിച്ചുയർത്താനായിട്ട് ദൈവദൂതനെ പോലെ ഡോക്ടർ വർമ്മ വരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അഡ്വക്കേറ്റ് ശ്രീധർ, ഫാദർ ഗിൽബർട്ട്, ഇവരൊക്കെ കൃഷ്ണയുടെ ജീവിതത്തിൽ പിന്നീടുണ്ടാക്കുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. തനിക്കൊരിക്കലും ഒരു വിവാഹിതയാകാനോ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനോ ഒരു കുഞ്ഞിനെ മുലയൂട്ടി വളർത്താനോ സാധിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞ കൃഷ്ണ യാദൃശ്യമായി വളരെ പേമാരിയും ഇടിവെട്ടുമുള്ള ഒരു മഴയിൽ, ഒരു രാത്രിയിൽ തെരുവിൽ നിന്ന് കിട്ടുന്നൊരു കുഞ്ഞിനെ അവൾ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും
ആ കുഞ്ഞിനെ സ്വന്തം മകനായി കരുതി, അതൊരു നിയോഗമായി കരുതി. ഫാദർ ഗിൽബർട്ട് അത് പറയുന്നുണ്ട്. ഇത് നിൻ്റെ നിയോഗമാണ്, കൃഷ്ണയുടെ നിയോഗമാണ്. ആ കുഞ്ഞിനെ വളർത്തി സമൂഹത്തിന് ഏറ്റവും മിടുക്കനായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്നു. ഗൗതം എന്നവന് പേരിടുന്നതും കൃഷ്ണയാണ്. പക്ഷേ ഇതിനിടയിൽ എപ്പോഴോ ഡോക്ടർ വർമ്മയുമായിട്ടുള്ള കൃഷ്ണയുടെ പ്രണയം, ഇതൊക്കെ വളരെ രസകരമായ രീതിയിൽ മാധവൻകുട്ടി സാർ വരച്ചു കാണിക്കും. ഏറ്റവും രസകരമായൊരു കാര്യം, ഉദ്യോഗഭരിതമായ പല മുഹൂർത്തങ്ങളും കൃഷ്ണ എന്ന നോവലിൽ കടന്നു വരുന്നു. ജീവിതഗന്ധിയായ പല മുഹൂർത്തങ്ങളും, നമ്മുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന പല മുഹൂർത്തങ്ങളും, നമ്മളെ കണ്ണീരണിയിക്കുന്ന, എന്നാൽ നമുക്ക് ചിരിക്കാനേറെ വക തരുന്ന അങ്ങനെ നിരവധി മുഹൂർത്തങ്ങൾ കൃഷ്ണ എന്ന നോവലിലൂടെ കടന്നു വരുന്നു. ഉദ്യോഗപരമായ മുഹൂർത്തങ്ങൾ വായിക്കുമ്പോൾ നമ്മളോർക്കും ഇതൊരു സസ്പെൻസ് ത്രില്ലറാണോ. ചിലയിടങ്ങളിൽ പക്ഷം ചേർന്ന് പുറത്താക്കപ്പെടുന്നതിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇതൊരു രാഷ്ട്രീയ നോവലാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്നാൽ ചിലയിടങ്ങളിൽ കുട്ടനാടിനെക്കുറിച്ച് എഴുതുമ്പോൾ, കുട്ടനാടിൻ്റെ കാർഷിക രീതിയെക്കുറിച്ച് എഴുതുമ്പോൾ, കാർഷിക ഉൽപ്പന്നങ്ങളെക്കുറിച്ചും കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ വർണ്ണിക്കുമ്പോൾ കൃഷ്ണ എന്ന നോവൽ ഒരു കാർഷിക നോവലാണോ എന്ന് നമുക്ക് തോന്നും. എന്നാൽ ഡോക്ടർ വർമ്മയും കൃഷ്ണയുമായിട്ടുള്ള പ്രണയത്തെക്കുറിച്ച് വായിക്കുമ്പോൾ ഇതൊരു പ്രണയ നോവലാണോ എന്ന് നമുക്ക് തോന്നും. അവിടെ നിന്ന് മാത്യൂസിൻ്റെ ക്രൂരതകൾ വളരെ നിശിതമായി വിമർശിച്ചുകൊണ്ട് മാധവൻകുട്ടി സാർ എഴുതുമ്പോൾ ഇതൊരു സ്ത്രീപക്ഷ രചനയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകാറുണ്ട്. അവിടെ നിന്നും മാറി മേഴ്സിയുടെ കുടുംബം തകരാതിരിക്കാൻ മാത്യൂസ് തന്നോട് പെരുമാറിയ കാര്യങ്ങൾ ഉള്ളിലൊതുക്കി ഒരു വേദനയോടുകൂടി ജീവിക്കുമ്പോൾ കൃഷ്ണ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇതൊരു സഹനത്തിൻ്റെ നോവലാണോ എന്ന് നമുക്ക് തോന്നും. സിസ്റ്റർ കുൽക്കർണിക്ക് ഗൗതമനോടുള്ള അടുപ്പം, അത് കുൽക്കർണിയുടെ മാനസികമായ അവരുടെ രോഗത്തിൻ്റെ പ്രതിഫലനമായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ ഇതൊരു മനഃശാസ്ത്ര നോവലാണോ എന്ന് നമുക്ക് തോന്നും. ഇങ്ങനെ പല രൂപങ്ങൾ, പല ഭാവങ്ങൾ കൃഷ്ണയ്ക്ക് കൊടുക്കാൻ മാധവൻകുട്ടി സാറിന് സാധിച്ചിട്ടുണ്ട്. ഒരു സാധാരണ നോവൽ വായിച്ചു വിടുന്ന ലാഘവത്തോടെ വായിച്ചു വിടാൻ പറ്റുന്നൊരു നോവൽ അല്ല കൃഷ്ണ. അത് എന്നിരുന്നാൽ തന്നെയും ഒരു അല്പം പോലും, ഒരു നിമിഷം പോലും നമുക്ക് മുഷിപ്പ് അനുഭവപ്പെടാതെ, അല്പം പോലും ബോറടിക്കാതെ നമുക്ക് വായിച്ചു തീർക്കാവുന്ന ഒരു നോവലാണ് കൃഷ്ണ. സാധാരണ നോവലിൽ നിന്ന്, അതുപോലെ തന്നെ മാധവൻകുട്ടി സാറിൻ്റെ മറ്റു പുസ്തകങ്ങളിൽ നിന്ന് കുറേ അധികം വലിപ്പമുള്ള, കുറേ അധികം പേജുകളുള്ള, കഥ കുറച്ചുകൂടെ വലിപ്പമുള്ള ഒരു പുസ്തകമാണ് കൃഷ്ണ. എന്നിരുന്നാൽ തന്നെയും ഒരു നിമിഷം പോലും നമുക്ക് പുസ്തകം മാറ്റിവെക്കാതെ തുടർച്ചയായിട്ട്, കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമുക്ക് ആ പുസ്തകം വായിക്കാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാകും. അതിന് കാരണം മാധവൻകുട്ടി സാറിൻ്റെ രചനാശൈലി തന്നെയാണ്. ഓരോ പേജും മറിക്കുമ്പോഴും ഇനി എന്ത്, കൃഷ്ണയ്ക്ക് ഇനി എന്ത് സംഭവിച്ചു, ഗൗതമിന് എന്ത് സംഭവിച്ചു, അഡ്വക്കേറ്റ് ശ്രീധർ എങ്ങനെയാണ് കൃഷ്ണയുടെ കേസ് കൊണ്ടുവരുന്നത്, വർമ്മ സാറ്, മാത്യൂസ് പിന്നെന്തായിരിക്കും, മേഴ്സിയുടെ ജീവിതം എന്തായിരിക്കും, ഇങ്ങനെ ഒത്തിരി 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 മുഹൂർത്തങ്ങൾ. ഇതെല്ലാം തിരിച്ചറിയുമ്പോൾ വർഗീസ് സാറിൻ്റെ, കൃഷ്ണയുടെ സാറച്ചൻ്റെ മാനസികാവസ്ഥ എന്താകും, പിന്നീട് അങ്ങോട്ട് സാറച്ചന് എന്ത് സംഭവിച്ചു, ഇതൊക്കെ അറിയുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ അത് പറഞ്ഞറിയിക്കാൻ വയ്യ. അവിടെയാണ് കാവാലം മാധവൻകുട്ടി എന്ന വലിയ എഴുത്തുകാരൻ്റെ രചനാ വൈഭവം നമ്മൾ കാണുന്നത്. മറ്റ് കൃതികളിൽ നിന്ന് ഓരോ പുസ്തകവും എഴുതുമ്പോഴും, ഓരോ കൃതി എഴുതുമ്പോഴും അതിന് വ്യത്യസ്തമായി എന്തെങ്കിലും ഒരു പ്രാധാന്യം കൊടുക്കാൻ മാധവൻകുട്ടി സാർ ശ്രമിക്കാറുണ്ട്. പ്രജ്ഞാനസാഗരം എന്ന പുസ്തകം എഴുതുന്ന സമയത്ത് ചട്ടമ്പി സ്വാമികളുടെ ജീവിതകഥ തുടങ്ങി അദ്ദേഹത്തിൻ്റെ 60ാം പിറന്നാൾ ആഘോഷിക്കാൻ ശിഷ്യനെത്തുന്ന സമയത്ത് ഈ 60 വർഷം എങ്ങനെ പോയി എന്ന് നമ്മൾ തിരിച്ചറിയില്ല. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എങ്ങനെ നമ്മൾ ഇത്രയും അയ്യപ്പനിൽ നിന്ന് വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളിലേക്ക് എത്തുമ്പോൾ ഇത്രയും നേരം 60 വർഷം കഴിഞ്ഞു എന്ന് നമ്മൾ അത്ഭുതത്തോടെ നോക്കിക്കാണും. അവിടുന്ന് തുലാവർഷം പെയ്തൊഴിയുമ്പോൾ എന്ന നോവലിലേക്ക് വരുമ്പോൾ ഒരു നോവൽ കഥ പറയുന്ന സമയത്ത് തുടക്കം മുതൽ ഒടുക്കം വരെ നായകന് പേരില്ല. ഇങ്ങനെ ഓരോരോ പ്രത്യേകതകൾ.
സാറിൻ്റെ പുസ്തകത്തിലുണ്ടാകും, കാവാലം മാധവൻകുട്ടി സാറിൻ്റെ പുസ്തകത്തിലുണ്ടാകും. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ രചനയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും. കൃഷ്ണ എന്ന നോവലിലെ പ്രത്യേകതയാണോ, കൃഷ്ണ വായിക്കുമ്പോൾ ഓരോ മുഹൂർത്തങ്ങളിലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതൊരു ശാസ്ത്ര നോവലാണോ, മനഃശാസ്ത്ര നോവലാണോ, ഇതൊരു സഹനത്തിൻ്റെ നോവലാണോ, പ്രണയത്തിൻ്റെ നോവലാണോ, ഇതൊരു സസ്പെൻസ് ത്രില്ലറാണോ, അതോ ഒരു കാർഷിക നോവലാണോ എന്നൊക്കെ മാറ്റി 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 നമ്മുടെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കും. ഏറെ പ്രിയങ്കരമായ ഒരു പുസ്തകം. മലയാള സാഹിത്യ രംഗത്ത് നിന്ന് ഒഴിച്ചു നിർത്താനാവാത്ത ഒരു കൃതിയായി കൃഷ്ണ മാറും എന്നതിലൊരു തർക്കവുമില്ല. ഇതിനോടകം തന്നെ നിരവധി പുരസ്കാരങ്ങൾ കൃഷ്ണയ്ക്ക് ലഭിച്ചു കഴിഞ്ഞു. ആലപ്പുഴയിലെ നാദം ബുക്സാണ് കൃഷ്ണ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നോവൽ വിഭാഗം തിരഞ്ഞെടുക്കുമ്പോൾ മലയാളികൾ, എൻ്റെ സുഹൃത്തുക്കൾ മറക്കാതെ തിരഞ്ഞെടുക്കേണ്ട ഒരു പുസ്തകമാണ് കാവാലം മാധവൻകുട്ടി സാറിൻ്റെ കൃഷ്ണ. ഇന്ന് ഏറെക്കുറെയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എങ്കിലും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ അവരനുഭവിക്കുന്ന വേദന വളരെ വലുതാണ്. അവർക്ക് സമൂഹത്തിൽ മുഖ്യധാരയിലേക്ക് എത്തണം, അവരെയും മുഖ്യധാരയിൽ കൊണ്ടുവരണം, അവരും നമ്മളെപ്പോലുള്ള മനുഷ്യരാണ് എന്ന ചിന്ത നമ്മളിലേക്ക് ഊട്ടി ഉറപ്പിക്കുന്നതാണ് മാധവൻകുട്ടി സാറിൻ്റെ കൃഷ്ണ എന്ന നോവൽ. നോവൽ വിഭാഗം തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ കൂട്ടുകാർ, എൻ്റെ സഹോദരങ്ങൾ മറക്കാതെ തിരഞ്ഞെടുക്കുക കാവാലം മാധവൻകുട്ടി സാറിൻ്റെ കൃഷ്ണ. ഇനിയും പുതിയൊരു പുസ്തകവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.